ഇത് മഴക്കാലമാണ്, ഒപ്പം പനിക്കാലവും. സാധാരണ പനി തുടങ്ങി ഡെങ്കിപ്പനി, എലിപ്പനി, H1N1 തുടങ്ങി നിരവധി പനികളാണ് ഇപ്പോൾ വില്ലന്മാരാവുന്നത്. പനി തുടങ്ങി നിരവധി രോഗങ്ങളുടെ വ്യാപനത്തിൽ തിരുവനന്തപുരം ജില്ല ഇപ്പോൾ 2ാം സ്ഥാനത്താണ് സംസ്ഥാനത്ത് ഉള്ളത്. എന്നത് മാത്രമല്ല, ദിവസേന രോഗികളുടെയും രോഗത്തിന്റെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള ഒരു വർധനവാണ് ഉണ്ടാകുന്നതെന്നത് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. വേനൽ മഴയും കാലവർഷം തുടർച്ചയായി എത്തിയതോടെയാണ് പനിബാധിതരുടെ എണ്ണം ക്രമാതീതമായി കൂടിയത്. മഴ കൂടുന്നതോടുകൂടി സ്വാഭാവികമായി പനിയും കൂടി വരുന്ന ഒരു സാഹചര്യം പൊതുവെ ഉണ്ടാകാറുണ്ടെങ്കിലും ഇത്തവണ വളരെയേറെ ആശങ്കപ്പെടേണ്ട സാഹചര്യമാണുള്ളത്. ദിവസവും 1000-ഓളം രോഗികൾ വിവിധ ആശുപത്രികളിലായി പനിക്ക് ചികിത്സ തേടിയെത്തുന്നുണ്ടെന്നാണ് കണക്കുകൾ. ഇതിനോടകം 9 പേരാണ് മരണപ്പെട്ടത്. കൂടാതെ 2 പേർക്ക് ഷിഗില്ല രോഗവും ജില്ലയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശ്രീകാര്യം മേഖലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് നിരവധി പേർ ചികിത്സയിലാണ്. ഈ മാസം ഇതുവരെ 134 പേർക്കാണ് ജില്ലയിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. 149 പേർക്ക് ഡെങ്കിപ്പനി സംശയിക്കുന്നതായും ആരോഗ്യവകുപ്പിന്റെ കണക്കുകളിൽ ഉണ്ട്. കോർപ്പറേഷന്റെ 70% ഏറെ വാർഡുകളിലും ഡെങ്കിപ്പനി വ്യാപകമാണെന്നാണ് വിവരം. ശ്രദ്ധിച്ചില്ല എങ്കിൽ മരണം വരെ സംഭവിക്കാൻ കാരണമാകുന്നതാണ് ഡെങ്കിപ്പനി. ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. പനി, തലവേദന, സന്ധിവേദന, ശരീരത്തിൽ ചുവന്ന പാടുകൾ എന്നിവയാണ് സാധാരണ രോഗലക്ഷണങ്ങൾ. അപകട ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഉടനെ തന്നെ ആശുപത്രികളിൽ ചികിത്സ തേടേണ്ടത് ആവശ്യമാണ്. ആശുപത്രികൾക്ക് മുൻപിൽ പനിബാധിതരുടെ തന്നെ ഒരു നീണ്ട നിരയാണ് ദിവസേന അനുഭവപ്പെടാറുള്ളത്. ഇവരിൽ ഒട്ടേറെ പേർ ഡെങ്കിപ്പനി, എലിപ്പനി മുതലായ രോഗങ്ങളാൽ ബാധിതരായാണ് എത്തുന്നത് എന്നുള്ള കാര്യം ഏറെ ഭയാനകമാണ്. മഴക്കാലങ്ങളിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ടുകൾ ഏറെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്ന ആളുകൾക്കാണ് ഡെങ്കിപ്പനി, എലിപ്പനി മുതലായ രോഗങ്ങൾ കൂടുതലായി ബാധിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ജനറൽ ആശുപത്രി, പേരൂർക്കട ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിൽ എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ ദിവസേന വലിയ വർധനവാണുള്ളത്. ആശുപത്രികളിൽ മതിയായ കിടക്കകളില്ലാത്തതിനാൽ മരുന്ന് കുറിച്ച് നൽകി വീട്ടിലേക്ക് വിടുകയാണ് ഡോക്ടർമാർ. മഴക്കാലത്ത് വ്യാധികൾ കൂടാനുള്ള പ്രധാന കാരണങ്ങൾ പരിസര മലിനീകരണവും ഇക്കാലത്ത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്നതുമാണ്. പൊതുസ്ഥലങ്ങളിൽ അലക്ഷ്യമായി നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യങ്ങൾ മഴവെള്ളത്തോടൊപ്പം കുടിവെള്ളവുമായി കലരുകയും തന്മൂലം രോഗാണുക്കൾ വ്യാപിക്കാൻ ഇടയാവുകയും ചെയ്യുന്നു. മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ രോഗങ്ങൾ പരത്തുന്ന ഈച്ചകളുടെയും പ്രജനന കേന്ദ്രങ്ങളാണ്. പരിസര ശുചിത്വം ഉറപ്പുവരുത്തുകയാണ് ഇതിനുള്ള പോംവഴി. മഴക്കാലം തുടങ്ങിയാൽ മാലിന്യ നീക്കം ഊർജിതമാക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. എന്നാൽ മഴ കടുത്തതോടെ മാലിന്യം കാരണം കൊതുകിന്റെയും ഈച്ചയുടെയും താവളങ്ങളായി ജില്ലയിലെ പലയിടങ്ങളും മാറി. ഇത് രോഗവ്യാപനത്തിന് ഇടയാക്കുമെന്ന ആശങ്കയിലാണ് പൊതുജനം. ജില്ലയിലെ പകർച്ചവ്യാധിയുടെ വ്യാപനത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം ജനങ്ങൾക്ക് ലഭ്യമാക്കാത്തതും ശുചീകരണം പോലുള്ള മറ്റ് പരിശോധനകളൊന്നും നടക്കാത്തതുകൊണ്ടും തന്നെ ജില്ലയിലെ ഏത് പ്രദേശത്തും ഏത് സമയത്ത് വേണമെങ്കിൽ രോഗം വ്യാപിക്കാമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഡോക്ടർമാർ നൽകുന്നത്. മലിനജലം കെട്ടിക്കിടക്കുന്നതും രോഗവ്യാപനത്തിന്റെ വ്യാപ്തി കൂട്ടുകയാണ്. പലയിടത്തും മാലിന്യക്കൂനകൾ കൊതുക് വളർത്തൽ കേന്ദ്രങ്ങളായി മാറി. അതീവ ജാഗ്രത പാലിക്കേണ്ട സ്ഥിതിയിൽ പകർച്ചപ്പനികൾ പടരുമ്പോൾ ആശങ്ക ഏറെ ഇരട്ടിക്കുന്നതാണ് ഇത്തരം ദൃശ്യങ്ങൾ. കേസുകൾ വർദ്ധിച്ചതിന് പിന്നാലെ ജാഗ്രത പുലർത്താനാണ് അധികാരികളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശം. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുക എന്നതിനേക്കാൾ രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ പ്രതിരോധം. കൃത്യമായ ശ്രദ്ധയും പരിചരണവും സമ്പൂർണ്ണ ശുചിത്വവും ബോധവൽക്കരണവും ഉണ്ടെങ്കിൽ പകരുന്ന രോഗവ്യാപനത്തെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും. ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം സൗമ്യ മാത്യു, M5 ന്യൂസ്, തിരുവനന്തപുരം.